സ്റ്റുഡിയോ ജിബിലിയുടെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്ന്. ചരിത്രത്തിലാദ്യമായി ഓസ്കാർ നേടിയ ഒരു നോൺ ഇംഗ്ലീഷ് ആനിമെ ഫിലിം. ഹയാവോ മിയാസാക്കിയുടെ പ്യൂർ മാജിക് എന്നും ട്രേഡ് മാർക്ക് എന്നുമൊക്കെ വിശേഷിപ്പിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമെ മൂവി എവർ മെയ്ഡ്. അതാണ് സ്പിരിറ്റഡ് അവേ. 10 വയസ്സ് മാത്രം പ്രായമുള്ള ചിഹിറോ ഒഗീനോയുടെ കഥയാണ് സ്പിരിറ്റഡ് അവേ പറഞ്ഞു വെക്കുന്നത്. കുടുംബസമേതം തന്റെ പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാനായി യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട അനാഥമായി കിടന്ന അമ്യൂസ്മെന്റ് പാർക്ക് ചിഹിറോയും അവളുടെ അച്ഛനും അമ്മയും കണ്ടെത്തുന്നു. തടയാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും ചിഹിറോയെ വകവയ്ക്കാതെ ആ പാർക്കിൽ പ്രവേശിക്കുന്ന അവളുടെ അച്ഛനും അമ്മയും അവിടെ സ്വാദിഷ്ടമായ ഒട്ടനവധി ഭക്ഷണം കണ്ടെത്തുകയും അത് നോക്കി നടത്താൻ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവിടെ നിന്ന് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ അത്യാർത്തിയുടെയും സ്വാർത്ഥതയുടെയും ഒക്കെ പര്യായമായി ചിഹിറോയുടെ അച്ഛനും അമ്മയും മാറിയപ്പോൾ അവരെ കാത്തിരിക്കുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർ അപ്പോൾ തിരിച്ചറിയുന്നില്ല. തലച്ചോറും മനസാക്ഷിയുമൊക്കെയുള്ള മനുഷ്യര് ഭൂമിക്ക് വേണ്ടി ചിന്തിക്കാനോ മനുഷ്യത്വം കാണിക്കാനോ മറക്കുമ്പോൾ മൃഗമായി അല്ലെങ്കിൽ അതിലും തരം താഴ്ന്നു പോകുന്നുവെന്ന് ഡയറക്ടർ മിയാസാക്കി ചിഹിറോയുടെ മാതാപിതാക്കളിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഭയപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ചിഹിറോ ഹാക്കു എന്ന കഥാപാത്രത്തെ കൂട്ടുപിടിച്ച് തന്റെ അച്ഛനും അമ്മയും ചെയ്തു വെച്ച തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് മൃഗമായി അധപതിച്ച അവരെ മനുഷ്യനാക്കി മാറ്റാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്. ഒരു ഫാന്റസി വേൾഡായി അവതരിപ്പിക്കുന്ന ഈ സിനിമയിലെ മിക്ക രംഗങ്ങളും അവയിലെ മിസ്റ്റിക്കലായിട്ടുള്ള കഥാപാത്രങ്ങളും യഥാർത്ഥത്തില് മനുഷ്യരുടെ മനസാക്ഷിയുടെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ഒരു പ്രതിബിംബമാണ്. കാലത്തിന്റെ കുത്തൊഴുക്കില് എല്ലാത്തിനും മുൻപിൽ ഞാനാണെന്നും എന്റെ സ്വപ്നങ്ങളും എന്റെ ആവശ്യങ്ങളും കഴിഞ്ഞ് മാത്രമേ മറ്റാരുമുള്ളൂ എന്നുമൊക്കെ ചിന്തിക്കുന്ന സ്വാർത്ഥരായ മനുഷ്യരോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്പിരിറ്റഡ് അവേ. യുബാബയുടെ ബാത്ത് ഹൗസിൽ ചിഹിറോയെ സെൻ എന്ന് പേര് വിളിച്ച് കോൺട്രാക്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ ഹാക്കു ചിഹിറോയോട് സ്വന്തം പേര് മറക്കരുത് എന്നും അത് മറന്നാൽ എന്നേക്കുമായി യുബാബയുടെ ബാത്ത് ഹൗസിൽ അകപ്പെടുമെന്നും പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ സിനിമ കാണുന്ന കാണികളോടുള്ള മിയാസാക്കിയുടെ ഒരു അഭ്യർത്ഥനയാണ്. നമുക്ക് ചുറ്റിലും എത്രമാത്രം സ്വാർത്ഥരായ മനുഷ്യരുണ്ടെങ്കിലും പണവും സ്ഥാനമാനങ്ങളും മാത്രം ലക്ഷ്യം കണ്ട് വളരണമെന്ന് ഒരു തലമുറ തന്നെ പറഞ്ഞും പഠിപ്പിച്ചും വളർത്തിയാലും പ്രകൃതിയെയും നമ്മിലെ മനുഷ്യത്വത്തെയും മറക്കരുതെന്നും അത് മറക്കുന്ന നിമിഷം നമ്മളല്ലാതായി മാറുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിഹിറോയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ മനുഷ്യസ്വാർത്ഥതയുമായാണ് മിയാസാക്കി താരതമ്യം ചെയ്തതെങ്കിൽ ഈ കഥയിലെ മറ്റൊരു ഐക്കോണിക് ക്യാരക്ടറായ നോ ഫേസ് സമ്പത്തിന്റെയും മെറ്റീരിയലിസത്തിന്റെയും ഒരു സിംബോളിസമാണ്. മനുഷ്യ സ്വാർത്ഥതയ്ക്കും മെറ്റീരിയലിസത്തിനും പ്രകൃതിക്ക് മേലുള്ള അവന്റെ ചൂഷണങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു മിസ്റ്റിക്കൽ ജേണിയായ സ്പിരിറ്റഡ് അവേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.